യോ വാട്സ്ആപ്പ് ഗൈസ്, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. സോ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ നോക്കാൻ പോകുന്നത് ബൊറൂട്ടോ 2 ബ്ലൂ വോർട്ടെക്സ് മാഗയുടെ ചാപ്റ്റർ 8 ആണ്. എന്നാൽ അതിനു മുമ്പ് നിങ്ങൾ ഇതിനു മുന്നുള്ള ചാപ്റ്റേഴ്സ് ഒന്നും കണ്ടിട്ടില്ലെങ്കിൽ ഫസ്റ്റ് ഓഫ് ഓൾ അതൊന്നും കണ്ടിട്ട് വരേണ്ടതാണ്. അതുപോലെ നിങ്ങൾ ഈ ചാനലിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നതെങ്കിൽ ഇനി ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാനായി മറക്കാതെ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. സോ കഴിഞ്ഞ ചാപ്റ്റർ എൻഡ് ആയപ്പോഴേക്കും ഷിൻജൂസിന്റെ ബേസിലിരുന്ന ബുക്കുകളെല്ലാം വായിച്ചുകൊണ്ടിരിക്കുന്ന അവരുടെ ലീഡറായ ജൂറ ബുക്കുകളെല്ലാം വായിച്ച ശേഷം ഈ ലോകം എന്നത് വളരെയധികം വിചിത്രമാണ്. ഞാൻ എന്തോരം അറിവിനെയാണോ നേടിയെടുക്കുന്നത് അതിനനുസരിച്ച് തന്നെ എനിക്ക് ചോദ്യങ്ങൾ ഉയരുവാണ്. അതുപോലെ എന്തോരമാണോ എനിക്ക് മനസ്സിലാകാതെ വരുന്നത് അതിനനുസരിച്ച് എന്റെ അറിവെന്നത് എന്തോരം ചെറുതാണെന്ന് ചൂണ്ടിക്കാട്ടുകയാണ്. ഇത് വളരെയധികം ഫാസിനേറ്റിംഗ് ആണെന്ന് പറഞ്ഞ് എനിക്കിവിടെയുള്ള ഈ ബുക്കുകൾ വായിച്ചുകൊണ്ടൊന്നും എന്റെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം ലഭിക്കുന്നില്ല. സോ അതുകൊണ്ട് നമുക്ക് നറൂട്ടോ ഉസുമാക്കി കാണാൻ പോയാലെന്ന് പറഞ്ഞുകൊണ്ടാണ് 7th ചാപ്റ്റർ എൻഡ് ആയത്. ദെൻ അങ്ങനെയാണെങ്കിൽ ഈ ഒരു ചാപ്റ്റർ സ്റ്റാർട്ട് ആകുന്നത് മിറ്റ്സുക്കി വേഴ്സസ് ബൊറൂട്ടോ ഫൈറ്റിനെ തന്റെ സെൻട്രിഗൻ ഐയിലൂടെ കാണുന്ന എഡയെ കാണിച്ചുകൊണ്ടാണ്. ഇവിടെ വന്ന എഡ മിറ്റ്സുക്കി വേഴ്സസ് ബൊറൂട്ടോ ഫൈറ്റ് ഫുള്ളായി കണ്ടതിന് ശേഷം ഇരുവരും അവിടുന്ന് പിരിയെ നിനക്കും സ്വയമായി പ്രകാശിക്കാൻ സാധിക്കും മിറ്റ്സുക്കി. പക്ഷെ എന്നിരുന്നാലും നിനക്കൊരു സൂര്യനെ ആവശ്യമാണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും നിനക്ക് എന്റെ പക്കലേക്ക് വരാമെന്ന് ബൊറൂട്ടോ മിറ്റ്സുക്കിയോട് പറയുന്നത് എയ്ഡ കേൾക്കുകയും അത് കേട്ട എയ്ഡ നിർത്തി നീ പറഞ്ഞ ലൈൻസ് എല്ലാം വളരെ കൂൾ ആണെന്ന് ചിന്തിച്ച് അങ്ങനെ ഇംപ്രസ് ആകും. സോ ഇങ്ങനെ ഇവിടെ എയ്ഡ തന്റെ സെൻട്രിഗനെ യൂസ് ചെയ്ത് കാര്യങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞ് നിൽക്കുമ്പോൾ കവാക്കി അവളെ വിളിക്കുകയും വെറുതെ അവിടെ നിൽക്കുന്നത് നിർത്തിക്കൊണ്ട് ബൊറൂട്ടോ രക്ഷപ്പെടുന്നതിന് മുന്നേ അവൻ എവിടെയാണ് ഉള്ളതെന്ന് ഉടനെ കണ്ടുപിടിക്കാൻ പറയും. അന്നേരം അത് കേട്ടതും എയ്ഡ കവാക്കിയോട് ഒന്ന് നിൽക്കൂ, എനിക്കൊരു നിമിഷം വേണമെന്ന് പറയേ. ഇതെല്ലാം കേട്ടോണ്ട് കവാക്കിയുടെ പക്കൽ നിൽക്കുന്ന ഡെൽറ്റയാണെങ്കിൽ നീ ഒന്ന് നിർത്ത് കവാക്കി, എയ്ഡയോടുള്ള നിന്റെ ഈ ബോസി ആയിട്ടുള്ള ആറ്റിറ്റ്യൂഡ് എന്താണ്, ഇതെനിക്കൊട്ടും ഇഷ്ടപ്പെടുന്നില്ല എന്ന് കവാക്കിയോട് പറയും. ആൻഡ് അതിനൊന്ന് കവാക്കി ഇങ്ങനെ പറയുന്നതൊന്നും എനിക്ക് ഒന്നുമേ അല്ല, നിനക്ക് ഇഷ്ടപ്പെടുന്നില്ലെങ്കിൽ ഇഷ്ടപ്പെടാതെ ഇരിക്കും എന്ന് പറയും. ആൻഡ് അന്നേരം അപ്പോൾ എവിടെയാണെങ്കിൽ ബൊറൂട്ടോ എവിടെയാണെന്ന് ട്രാക്ക് ചെയ്യുകയും മെയിൻ ഗേറ്റിന്റെ സൗത്ത് ഡയറക്ഷനിൽ നിന്നും ഫ്യൂ ഡസൻ കിലോമീറ്റേഴ്സിനപ്പുറം ഒരു കാട്ടിലാണുള്ളതെന്ന് പറയും. ആൻഡ് ഇത് കേട്ടത് നമ്മുടെ കവാക്കി ഉടനെ തന്നെ റെഡി ആയിക്കൊണ്ട് ഞാൻ നിന്നെ രക്ഷപ്പെടാൻ അനുവദിക്കില്ല, വരൂ പോകാം ഡെൽറ്റ എന്ന് പറഞ്ഞ് അവിടുന്ന് പറഞ്ഞു പോകുകയും കവാക്കിയുടെ ബോസ് ആയിട്ടുള്ള ടോക്ക് കേട്ട ഡെൽറ്റ ആണെങ്കിൽ അവനെ ഡാഷ് മോനെ എന്ന് വിളിച്ചുകൊണ്ട് എവിടെയോട് അവനെ പറഞ്ഞ് ഞാൻ ശരിയാക്കാം, എന്നാൽ ശരി ഞാൻ ഇവിടുന്ന് പോകുവാണ് ഏടാന്ന് പറയേ. എവിടെ അതിന് ഡെൽറ്റയോട് നന്ദി പറഞ്ഞ് ശ്രദ്ധയോട് പോകൂ ആൻഡ് എനിക്ക് വേണ്ടി കവാക്കിയെ നോക്കിക്കൊള്ളണം എന്ന് പറയും. ആൻഡ് അതിന് ഡെൽറ്റ എവിടെയോട് ഓക്കെ പറഞ്ഞ് കവാക്കിയെ പിന്തുടർന്ന് പറഞ്ഞു പോകും. ഇവിടെ ഡെൽറ്റ വന്ന് കവാക്കിയോട് പറയും എപ്പോഴാണോ ഇടയ്ക്ക് നിന്നെ ഇഷ്ടമല്ലാതാകുന്നത് ആ നിമിഷം ഞാൻ നിന്നെ കൊന്നു കളയുമെന്ന്. ആൻഡ് അതിന് നമ്മുടെ കവാക്കി എന്റെ ലക്ഷ്യത്തെ ഞാൻ നേടിയെടുത്തു കഴിഞ്ഞാൽ ഞാനായിട്ട് തന്നെ ഇവിടുന്ന് പൊയ്ക്കോളം എന്ന് പറഞ്ഞ് ഇരുവരും പറന്നു പോകുന്ന കാണിക്ക് ഈ ഒരു സീനെ കട്ട് ചെയ്തുകൊണ്ട് ഇപ്പോൾ ഒരു ഫോറസ്റ്റിനെ കാണിക്കുവാണ്. ഇവിടെ ഒന്നൊരു ക്ലോറിം ഓടിപ്പോകുന്നത് പോലെ കാണിക്കും. ആൻഡ് ഇതിങ്ങനെ ഓടിപ്പോകുന്നത് കാണിക്ക് തന്നെ മൈൻഡ് ബോഡി ട്രാൻസ്മിഷൻ ടെക്നിക്ക് ഉപയോഗിച്ച് ബൊറൂട്ടോട് സംസാരിക്കുന്ന ശിക്കുമാരു നീ പറയുന്നതൊക്കെ വെച്ച് ഇവർ സെൽഫ് അവെയർ മാത്രമല്ല ഡിവൈൻ ട്രീസുമായും എവോൾവ് ആയിക്കൊണ്ടിരിക്കുവാണോ, നീ തമാശ ഒന്നുമല്ലോ പറയുന്നത്, എന്ത് ഡിവൈൻ ട്രീസും ഈ പ്ലാനറ്റിലുള്ള എല്ലാ ജീവനെയും വലിച്ചെടുക്കാൻ പോകുവാണെന്നോ, അങ്ങനെയാണെങ്കിൽ ഈ ഭൂമി ഇല്ലാതാകാൻ പോകുവാണെന്ന് ചോദിക്കുക. അതിന് നമ്മുടെ ബൊറൂട്ടോ ഇല്ല, നമ്മൾ അവിടെ വരെ ഒന്നും എത്തിയിട്ടില്ല, എന്നാൽ ഒരുപക്ഷെ കവാക്കിയോ ഞാനോ ടെൻറ്റിയൽസാൽ കഴിക്കപ്പെടുവാണെങ്കിൽ അവരെല്ലാം ഇവോൾവ് ആയിക്കൊണ്ട് ചക്ര ഫ്രൂട്ടിനെ നേടും. ആൻഡ് അപ്പോഴാണ് ഈ ഭൂമി ഇല്ലാതാകാൻ പോകുന്നതെന്ന് പറയും. സോ അത് കേട്ടതും ശിക്കുമാരു ഡിവൈൻ ട്രീസിനെ പറ്റി പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വന്നത് ടീം ടെന്നിന്റെ ലീഡറായ മൊയേഗി കാസാമത്സുരി ക്ലോഗ്രിമൽ അറ്റാക്ക് ചെയ്യപ്പെട്ട ശേഷം ഒരു ട്രീ ആയി മാറിയല്ലോ, അതെന്താണെന്ന് ചോദിക്കും. ആൻഡ് അതിനൊന്നും നമ്മുടെ ബൊറൂട്ടോ ടെൻറ്റിയൽസ് അവരുടെ എല്ലാം ചക്ര യൂസ് ചെയ്യുവാണ്, അതുകൊണ്ടാണ് ഇവരെല്ലാം ഇപ്പോഴും ജീവനോടെ തന്നെ ഉള്ളത്, എന്നാൽ അത് എന്ത് ഉദ്ദേശത്തിലാണെന്ന് എനിക്ക് അറിയില്ല എന്ന് പറയേ. അതിന് നമ്മുടെ ശിക്കുമാരു ബൊറൂട്ടോ നിനക്ക് ഇതിനെ പറ്റിയെല്ലാം എത്രമാത്രം അറിയാമെന്ന് ചോദിക്കും. ആൻഡ് അതിന് നമ്മുടെ ബൊറൂട്ടോ ഒന്നും പറയാതെ അങ്ങനെ ചിന്തിക്കുക. അതേസമയം തന്നെ ഷിക്കുമാറിന്റെ പക്കല് സെൻസർ ടീം കവാക്കിയുടെ പക്കൽ നിന്നും ലോഡ് എയ്റ്റിന് ഒരു ഇൻകമിംഗ് മെസ്സേജ് ഉണ്ട്, ഞങ്ങൾ അവനുമായി കണക്ട് ചെയ്യട്ടെ എന്ന് ചോദിക്കും. ആൻഡ് അതിന് ഷിക്കുമാരു എനിക്കൊരു സെക്കൻഡ് തരും എന്ന് പറഞ്ഞ് ഈനോട് ചോദിക്കും എനിക്ക് സെൻസർ യൂണിറ്റിൽ നിന്നും വേറൊരു ട്രാൻസ്മിഷൻ വരുവാണ്, നമ്മുടെ ഈ കോൺവെർസേഷൻ എല്ലാം അവർ കേൾക്കുമോ എന്ന് ചോദിക്കും. ആൻഡ് അതിന് നമ്മുടെ ഈനോ എല്ലാ ട്രാൻസ്മിഷനും ഇൻഡിവിജ്വൽ ആയിട്ട് സെപ്പറേറ്റ് ആണ്, നിനക്ക് മാത്രമേ 2 കോൺവെർസേഷനും കേൾക്കാൻ സാധിക്കൂ, സോ അതുകൊണ്ട് ഒരു കുഴപ്പമില്ല എന്ന് പറയും. അന്നേരം ഇത് കേട്ട് നമ്മുടെ ഷിക്കുമാരു സെൻസർ യൂണിറ്റുമായിട്ട് കോൺടാക്ട് ചെയ്ത് കവാക്കിയെ താനുമായി കണക്ട് ചെയ്യാൻ പറഞ്ഞത് അടുത്ത നിമിഷം തന്നെ ഷിക്കുമാരു ആണ് ഇവിടെ ഉള്ളത്, എന്താണ് നിനക്ക് വേണ്ടതെന്ന് ചോദിക്കുക. എയുടെ ബൊറൂട്ടോയുടെ ലൊക്കേഷൻ കണ്ടുപിടിച്ചിട്ടുണ്ട്, അവൻ വില്ലേജിന്റെ സൗത്ത് ഭാഗത്തിലാണുള്ളത്, ഞാനിപ്പോൾ അവന്റെ പക്കലാണ് പോകുന്നതെന്ന് കവാക്കി പറയും. സൗത്ത് ഭാഗത്തിലോ, അവനവിടെ എന്താണ് ചെയ്യുന്നതെന്ന് ബൊറൂട്ടോയ്ക്കും കേൾക്കാൻ പറ്റുന്ന രീതി നമ്മുടെ ഷിക്കുമാരു കവാക്കിയോട് ചോദിക്കും. ആൻഡ് അതിനൊന്ന് കവാക്കി ആർക്കറിയാന്ന് പറഞ്ഞു ഇപ്പോൾ ഡെൽറ്റയും ഞാനും അവന്റെ പക്കലേക്ക് പോയി മുകളിൽ നിന്നും സർപ്രൈസ് ആയിട്ട് ഒരു അറ്റാക്ക് ചെയ്യാൻ പോവാണെന്ന് പറയും. അപ്പോൾ അത് കേട്ടത് നമ്മുടെ ഷിക്കുമാരു കവാക്കി നീ ഒന്ന് ശാന്തനാക്ക്, തിടുക്കം കാട്ടല്ലേ, ഓർക്കണം അവൻ സ്ട്രോങ്ങർ ആയി മാറിയിരിക്കുകയാണ്, അതുകൊണ്ട് ബാക്കപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യുമെന്ന് കവാക്കിയോട് പറയേ. അതിന് നമ്മുടെ കവാക്കി അതിനൊന്നും സമയമില്ല മിസ്റ്റർ ഷിക്ക, നിങ്ങൾക്ക് അവൻ രക്ഷപ്പെടണമെന്നുണ്ടോന്ന് ഷിക്കുമാരനോട് ചോദിക്കും. അന്നേരം അപ്പോൾ ഇതെല്ലാം കേട്ടോണ്ടിരുന്ന നമ്മുടെ ബൊറൂട്ടോ ആണെങ്കിൽ പിന്നെ സംസാരിക്കാം ലോഡ് എയ്റ്റ് എന്ന് പറഞ്ഞ് ഫ്ലൈയിങ് റേഞ്ചിനെ യൂസ് ചെയ്ത് അവിടുന്ന് ടെലിപ്പോർട്ടായി പോകും. എന്നിട്ട് അത് കഴിഞ്ഞ് ഇവിടെ ബൊറൂട്ടോയെ തേടി പറഞ്ഞു വരുന്ന കവാക്കി ആൻഡ് ഡെൽറ്റയെ കാണിക്കുവാണ്. ഇവിടെ ഡെൽറ്റ ആണെങ്കിൽ കവാക്കിയോട് ചോദിക്കും ഹേയ് നമ്മൾ ഓൾമോസ്റ്റ് അവിടെ എത്താറായില്ലേ എന്ന്. ആൻഡ് അതിനൊന്ന് കവാക്കി സഡനായി പറക്കുന്നത് നിർത്തിക്കൊണ്ട് ആകാശത്തിൽ അങ്ങനെ നിൽക്കേ. അത് കണ്ടതും ഡെൽറ്റ സഡനായി അങ്ങനെ നിൽക്കല്ലേ എന്ന് പറയും. എന്താണ് സംഭവിച്ചത്, എനിക്ക് അവനെ സെൻസ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കവാക്കി പറയും. ആൻഡ് അതിനൊന്ന് ഡെൽറ്റ ജസ്റ്റ് ഒന്ന് കീഴേക്ക് നോക്കിക്കൊണ്ട് കവാക്കിയോട് പറയും ഒരുപക്ഷെ അവൻ നീ വരുന്നത് സെൻസ് ചെയ്തിട്ടുണ്ടായിരിക്കുമോ എന്ന്. അതിന് കവാക്കി അങ്ങനെ നടക്കാൻ വഴിയില്ല, എനിക്ക് അവന്റെ ഓറെ കണ്ടെത്താനേ സാധിച്ചിരുന്നില്ല, സോ അതുപോലെ തന്നെ ആയിരിക്കും അവനുമെന്ന് പറഞ്ഞ് നമ്മൾ ഇങ്ങോട്ടേക്ക് വരുന്നതിന് മുന്നേ തന്നെ അവൻ ഇവിടുന്ന് പോയിരിക്കാമെന്ന് പറയും. ആൻഡ് അപ്പോൾ ഇത് കേട്ടതും ഡെൽറ്റ ഓ അങ്ങനെയാണോ, എന്നാൽ നിനക്ക് ഭാഗ്യമില്ലാതായി പോയെന്ന് പറയും. എന്നിട്ട് അങ്ങനെ ഇപ്പോൾ ഈ ഒരു സീനെ കട്ട് ചെയ്തുകൊണ്ട് എയുടെ ആൻഡ് ഡൈമോന്റെ പക്കലേക്ക് വരുമ്പോൾ അവരിരിക്കുന്ന സ്ഥലത്തേക്ക് മിറ്റ്സുക്കി വരികയും ഇവരെ കണ്ട മിറ്റ്സുക്കി ആണെങ്കിൽ അവരോട് ക്ഷമിക്കൂ, ഞാൻ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നത് ശ്രദ്ധിച്ചില്ലായിരുന്നു, നിങ്ങളെ ഞാൻ ഡിസ്റ്റർബ് ചെയ്യൂലെന്ന് പ്രതീക്ഷിക്കുന്നു എന്ന് പറയും. എയുടെ അവനോട് നീ ഇങ്ങനെ ഒരു കാര്യം കവാക്കിയോട് ചെയ്യുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് പറയും. അപ്പോൾ അത് കേട്ടത് നമ്മുടെ മിറ്റ്സുക്കി അവൻ എന്നോട് ദേഷ്യം ഉണ്ടെന്ന് ചോദിക്കേ. എയുടെ പറയും അതെനിക്കറിയില്ല, അവനാണെങ്കിൽ നിന്നെ കണ്ടുപിടിക്കാൻ വേണ്ടി പറഞ്ഞു, പക്ഷെ അത് വന്ന് ബൊറൂട്ടോയെ ലൊക്കേറ്റ് ചെയ്യാൻ വേണ്ടിയായിരുന്നു, ആൻഡ് ഞാൻ ബൊറൂട്ടോയെ ലൊക്കേറ്റ് ചെയ്തു, അടുത്ത നിമിഷം തന്നെ അവൻ ഇവിടുന്ന് പറന്നുപോയി എന്ന് പറയും. അപ്പോൾ അതിനൊന്ന് മിറ്റ്സുക്കി പറയും എനിക്ക് തോന്നുന്നു അവൻ എന്റെ പക്കലേക്ക്
ഇങ്ങനെയൊക്കെ ഒന്ന് സമയം കളയേണ്ടെന്ന് ചിന്തിച്ചു കാണുമെന്ന്. ഇവിടെ ഡെയ്മോൺ ആണെങ്കിൽ മിറ്റ്സുക്കിയോട് ചോദിക്കും, നീ ഇങ്ങനെയെല്ലാം പറയുന്നു, പക്ഷേ നിനക്ക് വിഷമമില്ലേ എന്ന് ചോദിക്കും. ആൻഡ് അതിന് മിറ്റ്സുക്കി, ഇല്ല, അതൊന്നും എനിക്കൊരു കാര്യമേ അല്ല, കുറച്ച് സമയങ്ങളായി എനിക്കിപ്പോൾ ഇങ്ങനെയാണ് അനുഭവപ്പെടുന്നത്. ഏടാ നിന്നെ കണ്ടുമുട്ടുന്നതോടും വരെ സ്നേഹം എന്ന വികാരം എന്താണെന്ന് അറിയില്ല എന്ന് പറയും. എന്റെ അപ്പോൾ അത് കേട്ടത് നമ്മുടെ ഏടാ, നീ എന്താ എന്നോട് ലൈൻ അടിക്കാൻ ശ്രമിക്കുവാണോ? അങ്ങനെയാണ് നിന്റെ ഉദ്ദേശമെങ്കിൽ വെറുതെ നിന്റെ സമയം കളയേണ്ടെന്ന് പറയും. അപ്പോൾ അതിനൊന്നും നമ്മുടെ മിറ്റ്സുക്കി, ഇല്ല അങ്ങനെയല്ല, ഇത് നിന്റെ എബിലിറ്റി കൊണ്ടാണെന്ന് എനിക്കറിയാം, അതിനാണ് ഞാൻ നിന്നോട് നന്ദി പറയുന്നത്. നീ മാത്രമില്ലായിരുന്നുവെങ്കിൽ എനിക്ക് ഈ ഒരു വികാരത്തെ എക്സ്പീരിയൻസ് ചെയ്യാൻ സാധിക്കില്ലായിരുന്നു. ലവ് മാത്രമല്ല, എനിക്കിതറിയില്ല, ഒരുപക്ഷെ ഞാൻ ഒരു ആർട്ടിഫിഷ്യൽ ഹ്യൂമൻ ആയതുകൊണ്ട് തന്നെ ഞാൻ ആരായിരുന്നു എന്ന് പോലും എനിക്ക് മനസ്സിലാക്കുന്നുണ്ടായിരുന്നില്ല. എന്നാൽ ഞാൻ ഇത് ഒരിക്കലും ചിന്തിച്ചിരുന്നില്ല, കാരണം എന്നെ പ്രകാശിപ്പിക്കാൻ ഒരു സൂര്യൻ ഉണ്ടായിരുന്നുവല്ലോ എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. നിനക്ക് വേണമെങ്കിൽ പറയാം, ഇവിടെ നടക്കുന്ന ഒരു കാര്യത്തിലും എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല. എന്നാൽ ഞാൻ തെറ്റായിരുന്നു, കാരണം ഇതൊന്നും എനിക്കൊരു കാര്യമല്ലായിരുന്നുവെങ്കിൽ ഞാൻ എന്തിനാണ് ഇതിനു വേണ്ടിയല്ല വെറുതെ കഷ്ടപ്പെടുന്നത്? ഞാൻ ഇതെല്ലാം ചെയ്തതെന്ന് എന്റെ സൂര്യൻ എന്നെ വിട്ട് പോകാതിരിക്കാൻ വേണ്ടിയാണ്, കാരണം അതായിരുന്നു എനിക്ക് ഏറ്റവും പ്രാധാന്യമായിട്ടുള്ളത്. എന്നാൽ അത് എനിക്ക് പോലും അറിയില്ലായിരുന്നു എന്ന് പറയും. അപ്പോൾ അത് കേട്ടത് ഇടാ, ഇത് നിനക്ക് ബൊറൂട്ടോ ആണോ മനസ്സിലാക്കി തന്നെന്ന് ചോദിക്കേ. അതിന് മിറ്റ്സുക്കി, ഇത് ജസ്റ്റ് എന്റെ ഒരു തോന്നലാണെന്ന് പറയാം, പക്ഷേ എനിക്ക് തോന്നുന്നു ഞങ്ങൾ രണ്ടുപേരും സിമിലർ ആണെന്ന് പറയും. എനിക്കറിയില്ല എന്തുകൊണ്ടാണ് എനിക്ക് കവാക്കി ഇഷ്ടം വന്നെന്ന് പറയും. അപ്പോൾ അതിനൊന്നും ഇടാ, അതിനാണ് ലവ് എന്ന് പറയുക. നീ അവനെ പറ്റി ചിന്തിക്കുമ്പോൾ നിന്റെ ഹൃദയം പിടിപ്പ് കൂടും. ആൻഡ് ഇത് എന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് നിനക്ക് എന്റെ എബിലിറ്റി കാരണമാണ് ഇതെല്ലാം ഉണ്ടായെന്ന് ചിന്തിക്കേണ്ട കാര്യമില്ല എന്ന് പറയേ. മിറ്റ്സുക്കി ആണെങ്കിൽ, നീ പറയുന്നത് ശരിയായിരിക്കാം, എന്നാൽ ഞാൻ ഭയപ്പെട്ടു പോയിരുന്നു. ഇത്രയും നാൾ ഞാൻ എന്റെ സൂര്യനാണെന്ന് വിചാരിച്ച ആ ഒരു വ്യക്തി വന്ന് ഇപ്പോൾ എന്റെ സൂര്യനല്ല എന്നുള്ള ചിന്ത എന്നെ വല്ലാണ്ടങ്ങ് ഭയപ്പെടുത്തി. ആൻഡ് അത് കാരണം ഞാൻ അവനെ നഷ്ടപ്പെടുന്നതിൽ ഭയന്നിരുന്നു. സോ അതുകൊണ്ട് ഞാൻ ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് നിർത്തി. അവൻ എന്റെ സൂര്യനാണോ അല്ലയോ എന്ന് എനിക്കറിയില്ല, പക്ഷേ എനിക്കൊരു സൂര്യൻ ഉണ്ടെന്നുള്ളത് സത്യമാണെന്ന് പറയും. അപ്പോൾ അതെല്ലാം കേട്ടത് നമ്മുടെ ഈട, നീ പറയുന്നത് ഞാനും അങ്ങനെയാണെന്നാണോ? ഞാൻ പ്രണയത്തിലാകുന്നതിനെ പ്രണയിക്കുന്ന ഒരു മണ്ടിപ്പെണ്ണാണെന്നാണോ നീ പറയുന്നതെന്ന് ചോദിക്കും. അതിന് മിറ്റ്സുക്കി, ഞാൻ അങ്ങനെയല്ല ഉദ്ദേശിച്ചത്, ഞാൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു എന്ന് പറയും. ആൻഡ് അതിന് ഏട പറയും, ഒരു പക്ഷെ അങ്ങനെ ആയിരിക്കാം, എന്നാൽ ഞാൻ നിന്നോട് ഒരു കാര്യം പറയാം, നമ്മളിവിടെ പ്രണയത്തെ പറ്റിയാണ് സംസാരിക്കുന്നത് പറയേ. അന്നേരം ഇത് കേട്ട നമ്മുടെ ഡെയ്മോൺ എന്തെന്ന് ചോദിക്കേ. മിറ്റ്സുക്കി ആണെങ്കിൽ നാണം കൊണ്ട് മുഖമെല്ലാം ചുവന്ന്, വെൽ ഇതിലൊന്നും ഒരു കാര്യമില്ല എന്ന് പറയും. അന്നേരം നമ്മുടെ ഈട, സഡനായി ഞാനാണ് നിന്റെ സൂര്യൻ എന്ന് ബൊറൂട്ടോ പറഞ്ഞതിനെ ചിന്തിച്ചുകൊണ്ട് എനിക്ക് ബൊറൂട്ടോയുമായിട്ട് സംസാരിക്കേണ്ടതുണ്ടെന്ന് പറയേ. ഈ ഒരു സീനെ കട്ട് ചെയ്തുകൊണ്ട് കാട്ടിനുള്ളിൽ ഓടിപ്പോകുന്ന ഒരു ക്ലോഗ്രിമിനെ കാണിക്കുവാണ്. എന്നിട്ട് അത് കഴിഞ്ഞ് നേരെ ഷിൻജൂസിന്റെ ബേസിലേക്ക് വരുമ്പോഴേക്കും ഷിൻജൂസിന്റെ ലീഡറായ ജൂറ സമയമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ആ കാട്ടിനുള്ളിൽ ഓടിക്കൊണ്ടിരിക്കുന്ന ക്ലോഗ്രിമിന്റെ ക്ലോ മാർക്കിലൂടെ അങ്ങോട്ടേക്ക് സഡനായി വരികയും ഹിഡാരിയോട് ഇത് കൊള്ളാന്ന് പറഞ്ഞ് നീയും ഒരു ഹിഡാരി എന്ന് പറയും. അന്നേരം ഇത് കേട്ട് ഹിഡാരി ജൂറയെ പോലെ തന്നെ ഇങ്ങോട്ടേക്ക് വരികയും ഇരുവരും നടന്നുകൊണ്ട് ലീഫ് വില്ലേജിലേക്ക് വന്നു. ആൻഡ് അന്നേരം ഇതേ സമയം തന്നെ ബൊറൂട്ടോ പറഞ്ഞതെല്ലാം കേട്ട ഇനാണെങ്കിൽ ശിക്കമാരനോട് നീ ബൊറൂട്ടോ പറഞ്ഞതെല്ലാം വിശ്വസിക്കുന്നുണ്ടോ എന്ന് ചോദിക്കും. ആൻഡ് അതിന് ശിക്കമാരു, എനിക്കറിയാം നീ എന്താണ് പറയാൻ വരുന്നത്, എന്നാൽ ഞാൻ നിന്നോട് നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു ടോപ്പ് സീക്രട്ട് ആണ്, അതുകൊണ്ട് തന്നെ ഇത് ആരും അറിയാൻ പാടില്ല, നിന്റെ പേഴ്സണൽ ആയിട്ടുള്ള ഒപ്പീനിയൻസ് പോലും മാറ്റി വെക്കണമെന്ന് പറയും. ആൻഡ് ഇത് കേട്ടത് മീനു, എനിക്കതറിയാം, പക്ഷെ എനിക്കിത് വിശ്വസിക്കാൻ സാധിക്കുന്നില്ല എന്ന് പറയേ. ഇവിടെ ശിക്കമാറിന്റെ പക്കൽ സഡനായി സെൻസറി യൂണിറ്റ് വന്നുകൊണ്ട് ലോഡ് 8 ട്രസ്പാസേഴ്സ് വന്നിരിക്കുന്നു എന്ന് പറയും. അപ്പോൾ അതേസമയം തന്നെ ഇവിടെ കൊനഹ വില്ലേജിന്റെ ഉള്ളിലേക്ക് വന്ന ജൂറയും ഹിഡാരിയും കാണിക്കെ സെൻസറി ടീം ശിക്കമാരോട് പറയും, വില്ലേജ് ഗേറ്റിന്റെ അരികിൽ രണ്ടുപേരും വന്നിട്ടുണ്ട്, അവരുടെ ചക്ര സിഗ്നേച്ചർ വെച്ച് ഒരാൾ ആരാണെന്ന് കണ്ടെത്താൻ സാധിച്ചില്ല, എന്നാൽ മറ്റേയാൾ വന്ന് സാസ്കി ഉച്ചയുടെ മാച്ച് ആണെന്ന് പറയും. അന്നേരം ഇങ്ങോട്ട് സാറുടെ സുമിയുടെ പക്കലേക്ക് വരികയും സാറുടെ വന്ന് എന്തോന്ന് സെൻസ് ചെയ്തുകൊണ്ട് ഡാഡ് എന്ന് പറയും. ഇവിടെ ഹിഡാരി ആണെങ്കിൽ ജൂറയെ നോക്കി ചോദിക്കും, സോ ഇവിടെയാണോ നറൂട്ടോ ഉസുമാക്കി ഉള്ളതെന്ന്. ആൻഡ് അതിനൊന്ന് ജൂറ, എനിക്ക് അവന്റെ ലൊക്കേഷൻ അറിയില്ല, എന്നാൽ അവൻ ഇവിടെയാണുള്ളതെന്ന് പറയും. സഡനായി അങ്ങോട്ട് കുറെ ഷിനോബിസ് വന്നുണ്ട്, അവരോട് നിൽക്കുമെന്ന് പറഞ്ഞു, ഞങ്ങൾ പറയുന്ന കേൾക്ക്, നിങ്ങൾ അവിടുന്ന് ഒരു ജനങ്ങിയാൽ പോലും നിങ്ങളെ ഞങ്ങൾ എനിമീസ് ആയിട്ട് കൺസിഡർ ചെയ്യും എന്ന് പറയും. എന്നിട്ട് അതിലൊരാ ഹിഡാരിയെ നോക്കി നീ സാസ്കി ഉച്ചയാണോ എന്ന് ചോദിച്ച് എന്തിനാണ് നീ ട്രസ് പാസ് ചെയ്യുന്നതെന്ന് ചോദിക്കുകയും ഈ ഒരു സീനെ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് എയ്ത്ത് ഹോക്കാഗയുടെ പക്കലേക്ക് വരികയും ശിക്കമാരുവാണെങ്കിൽ എല്ലാവരും പ്രോട്ടോകോൾസ് ഫോളോ ചെയ്യണം, നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്നത് വന്ന് സിവിലിയൻസിനെ സേഫ് ആക്കുകയാണെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയും മൈൻഡ് ട്രാൻസ്മിഷൻ ടെക്നിക് ഉപയോഗിച്ച് ഈയുടെ ശിക്കമാറിനെ വിളിക്കും. ആൻഡ് അതിന് ശിക്കമാരൻ ഏടയോട് പറയും, സോറി ഞാനിപ്പോൾ കുറച്ച് ബിസിയാണ്, നിന്നോട് പിന്നീട് സംസാരിക്കാമെന്ന്. ആൻഡ് അതിന് ഈട, ഞാൻ ഈ ട്രസ് പാസേഴ്സിനെ പറ്റി പറയാനാണ് വന്നിരിക്കുന്നത്, അവരെ ഞാൻ കുറച്ചു മുമ്പ് കണ്ടിരുന്നു, നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യാത്തതിന് എന്നോട് ക്ഷമിക്കണമെന്ന് പറയും. സീനാണെങ്കിൽ ജൂറ ആൻഡ് ഹിഡാരിയുടെ പക്കലേക്ക് ഷിഫ്റ്റ് ആയിക്കൊണ്ട് അവർ ടെൻഡേൽസ് ആണ്, എനിക്കിത് അറിയില്ല, പക്ഷെ ഇവർ വന്ന് സെൽഫ് അവെയർ ആണ്, അതുകൊണ്ട് തന്നെ നമുക്ക് പറയാൻ സാധിക്കും ഇവരെല്ലാം കൊനഹയുടെ എനിമീസ് ആണെന്ന് പറയും. അവിടെ നോക്കിക്കഴിഞ്ഞാൽ ജൂറ ആൻഡ് ഹിഡാരിയുടെ പക്കലേക്ക് വന്ന ഷിനോബിസിനെ എല്ലാം കൊന്നു കുത്തി തൂക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് ഇത് കഴിഞ്ഞ് മുന്നോട്ടേക്ക് ജൂറയും ഹിഡാരിയും നടന്നു പോയി. ജൂറ ആണെങ്കിൽ ഹിഡാരിയോട്, അത് നീ കണ്ടോ ഹിഡാരി, ഒരു റെയർ ആയിട്ടുള്ള ബുക്ക് ഷോപ്സ് എന്ന് പറഞ്ഞ് ജൂറ ആണെങ്കിൽ ആ ഷോപ്പിനുള്ളിൽ കയറി പോകെ വെളിയിൽ തന്നെ നിന്ന് ഹിഡാരി ജൂറയോട് ചോദിക്കും, സോ അവൻ എവിടെയാണോ ഉള്ളത്, ആ നറൂട്ടോ ഉസുമാക്കി എന്ന് പറയും. അത് കേട്ടതും ജൂറ ഹിഡാരി നോക്കിക്കൊണ്ട്, എന്നെ ഈ അവസരത്തിൽ ഏറ്റവും കൂടുതൽ ആശ്ചര്യപ്പെടുത്തുന്നത് നീ ഇപ്പോൾ ഇങ്ങനെയാ ചോദിച്ചത് നിന്റെ ആ ഒരു എക്സ്പ്രഷനും ഇല്ലാത്ത മുഖം വെച്ചാണല്ലോ എന്ന് പറയും. ആൻഡ് അന്നേരം ഇത് കേട്ടോണ്ടിരുന്ന ഹിഡാരി കടനായി എന്തോ സെൻസ് ചെയ്യുകയും അടുത്ത നിമിഷം തന്നെ ഹിഡാരിക്ക് നേരെ ബ്ലാക്ക് റോഡ്സ് വരുമ്പോൾ അതിൽ നിന്നും അവൻ രക്ഷപ്പെടും. പക്ഷെ അവിടെ നോക്കി കഴിഞ്ഞാൽ അങ്ങോട്ടേക്ക് നമ്മുടെ കവാക്കി ഇപ്പോൾ എത്തിയിരിക്കുകയാണ്. സോ ഇതെല്ലാം സെൻസ് ചെയ്ത ജൂറ മൈൻഡ് ചെയ്യാതെ അങ്ങനെ നിൽക്കേ. ഇവിടെ ഒന്ന് കവാക്കിയാണെങ്കിൽ ഹിഡാരിയെ ചവിട്ടി ദൂരത്തെറിപ്പിക്കെ കവാക്കിയുടെ കൂടെ തന്നെ അങ്ങോട്ടേക്ക് ഡെൽ ടീം വന്നിട്ടുണ്ടായിരുന്നു. ഇവിടെ കവാക്കി വന്നാണെങ്കിൽ ഹിഡാരിയോട് ചോദിക്കും, ആരാണ് നീ എന്തിനാണ് കൊനഹിലേക്ക് വന്നിരിക്കുന്നതെന്ന്. ആൻഡ് അതിനൊന്നും നമ്മുടെ ജൂറ ആ ബുക്ക് ഷോപ്പിൽ നിന്ന് ഇറങ്ങി വന്നുകൊണ്ട് ഷോപ്പിന്റെ ഫ്രണ്ടിൽ നിന്നും അടികൂടലെന്ന് കവാക്കിയോട് പറയും. അങ്ങനെ അടികൂടുവാണെങ്കിൽ നീ നിരുസാഹത്തെ നശിപ്പിക്കും കവാക്കി എന്ന് പറഞ്ഞ് അടുത്ത സെക്കൻഡിൽ തന്നെ വുഡ് സ്റ്റൈൽ ടെക്നിക്കിനെ ഉപയോഗിച്ച് ജൂറ ആണെങ്കിൽ കവാക്കിയെ ട്രാപ്പ് ചെയ്യും. എന്നിട്ട് ജൂറ കവാക്കി അറ്റാക്ക് ചെയ്യാൻ വരുമ്പോൾ കവാക്കി ആണെങ്കിൽ തന്റെ സുക്നാഹിക്കോനെ യൂസ് ചെയ്ത് ജൂറയുടെ പക്കൽ നിന്ന് രക്ഷപ്പെടുകയും തന്റെ കർമ്മയെ ആക്ടിവേറ്റ് ചെയ്തുകൊണ്ട് ജൂറയെ തിരികെ അറ്റാക്ക് ചെയ്യും. പക്ഷെ ജൂറ വന്നാണെങ്കിൽ കവാക്കിയുടെ അറ്റാക്സിൽ നിന്നല്ല ഈസി ആയിട്ട് രക്ഷപ്പെടും. സോ അപ്പോൾ ഇത് കണ്ട കവാക്കി എന്താണെന്നൊന്നും ചിന്തിക്കേ ജൂറ കവാക്കിയോട് പറയും, ഞാൻ നിന്നെ ഇപ്പോൾ കൊല്ലാൻ പോകുമല്ല, അതിന് സമയമായിട്ടില്ല, അതുകൊണ്ട് അടങ്ങിയിരിക്കും ഓട്ട് സുസൂക്കി എന്ന് പറഞ്ഞ് കവാക്കി അടിച്ച് ദൂരേക്ക് തെറിപ്പിക്കേ. കവാക്കി ആണെങ്കിൽ തെറിച്ചു പോയി ടാങ്കിലേക്ക് ചെന്ന് ഇടിച്ചു വീഴും. ആൻഡ് അന്നേരം ഇതെല്ലാം കണ്ട ഡെൽറ്റ കവാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അവന്റെ പക്കലേക്ക് പോകെ ജൂറയാണെങ്കിൽ നറൂട്ടോ ഉസുമാക്കി സെൻസ് ചെയ്യുകയും അവിടെയാണോ നീ ഉള്ളത് നറൂട്ടോ ഉസുമാക്കി എന്ന് പറഞ്ഞ് ഹിഡാരിയെ വിളിച്ച് അവൻ ഇവിടെയാണുള്ളത് അടുത്തുണ്ടെന്ന് പറയും. ആൻഡ് അതിന് ഹിഡാരി നിനക്കത് ഉറപ്പാണെന്ന് ചോദിക്കേ ജൂറ പറയും, അവനൊരു ജിഞ്ചുരിക്ക്
സസുക്കിയാണ് അവന്റെ പക്കൽ ഒരു ടെയിൽ ബീസ്റ്റ് ഉണ്ട്. അതുപോലെ ഞാനൊരു ടെയിൽ ബീസ്റ്റിന്റെ ഇൻകാർണേഷൻ ആയതുകൊണ്ട് തന്നെ എനിക്ക് ടെയിൽ ബീസ്റ്റിന്റെ ചക്രയെല്ലാം സെൻസ് ചെയ്യാൻ സാധിക്കുമെന്ന് പറയും. അപ്പോൾ അന്നേരം ഈ ഒരു സീൻ ഷിഫ്റ്റ് ചെയ്തുകൊണ്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്ന സാറയുടെ ആൻഡ് സുമീരെ കാണിക്കെ ഇവിടെ സാറയുടെ വന്ന് നേരത്തെ സാസ്കയെ പറ്റി ബൊറൂട്ടോ പറഞ്ഞെല്ലാം ചിന്തിച്ചുകൊണ്ട് ആരാണ് ഇവിടെ ഇപ്പോൾ കൊനയിലേക്ക് വന്നിരിക്കുന്നതെന്ന് പറയും. ഇതേ സമയം തന്നെ മറുവശത്ത് ടീം ടിന്നും ഹിമാവാരി എങ്ങോട്ടേക്ക് ഓടി പോകുന്നത് കാണിക്കുവാണ്. ഇവിടെ ഒന്ന് ഷിക്കഡായി പറയും, ഞാൻ പറയുന്ന സദസ്യകൾക്ക് ഒരുപക്ഷെ ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് മാസ്റ്റർ സാസ്കി ആണെങ്കിൽ പോലും തിരിച്ച് അറ്റാക്ക് ചെയ്യാൻ മടിക്കരുത്, കാരണം അദ്ദേഹം ബൊറൂട്ടോയെ സഹായിക്കുന്നുണ്ട്. സോ അതുകൊണ്ട് അദ്ദേഹം നമ്മുടെ വില്ലേജിന്റെ ട്രൈറ്റർ ആണെന്ന് പറയും. നേരം അവിടെ വന്ന് ഇനോജിൻ ആണെങ്കിൽ ഹിമാവാരി നോക്കി, നീ ഒന്നുകൊണ്ടും സങ്കടപ്പെടേണ്ട ആവശ്യമില്ല ഹിമാവാരി, ഞാൻ നിന്നെ പ്രൊട്ടക്ട് ചെയ്തോളാം എന്ന് പറയും. എന്നിട്ട് എങ്ങനെ ഇവർ മുന്നോട്ടേക്ക് ഓടിപ്പോയി അവരുടെ മുന്നിലേക്ക് ജൂറ ആൻഡ് ഹിഡാരി പറഞ്ഞു വരികയും ഇവരെ കണ്ട ടീം 10 ആൻഡ് ഹിമാവാരി സഡനെ സ്റ്റോപ്പ് ചെയ്തുകൊണ്ട് അവരെ നോക്കി ജൂറ ആണെങ്കിൽ ഹിമാവാരി തന്നെ നോക്കിക്കൊണ്ടേ നിൽക്കും. ആൻഡ് അത് കണ്ട ഹിഡാരി ഇതിൽ ആരാണ് നറൂട്ടോ സമാക്കിയെന്ന് ചോദിക്കേ അതിനൊന്ന് ജൂറ എന്താണിത്, എന്താണ് ഇവിടെ സംഭവിക്കുന്നതെന്ന് പറയുമ്പോൾ അങ്ങനെ ഹിമാവാരിയെ കാട്ടിക്കൊണ്ടാണ് ഈ ഒരു ചാപ്റ്റർ ഉണ്ടാവുന്നത്. സോ അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായാൽ വീഡിയോക്ക് ലൈക്ക് വരൂ. അതുപോലെ നിങ്ങളെപ്പോലെ തന്നെ ആനിമെ ആൻഡ് മാങ്ക എല്ലാം കാണുന്ന ചങ്കുകൾക്ക് ഷെയറും ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം. ടിൽ ദെൻ സ്റ്റേ സൂപ്പർ.